ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോ അവൻ്റെ സഹോദരിയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയിൻ പോയിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കാതെ, എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവൻ്റെ വിഷമം ഇത് തന്നെയാണെങ്കിലും വേറൊന്നുകൂടെ അവനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തല്ലോ ആ കാര്യം. അങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോ അത് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഞാനത് അമ്മയോടും എൻ്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്തായാലും ആ ജോലിയിലേക്ക് ഞാൻ തിരിച്ച് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവനെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഞാൻ വന്നില്ലെങ്കിലും എന്താ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ കൂടെ ആഡിലൊക്കെ അഭിനയിച്ച ആ ഒരു ഇളക്കക്കാരി പെങ്കൊച്ചില്ലേ, അവൾ വരുന്നുണ്ട്. വന്ന പാടെ ഇവരെ കയ്യിലൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയോട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അടിച്ചിട്ട് നമ്മുടെ ഹീറോയിനോട്, അയ്യേ നീ ഇത്ര വീക്കാണോ, ഞാൻ ചെറിയൊരു അടിയല്ലേ തന്നത്, അത് നിനക്ക് ഇത്രയും വേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ ഒന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട്, ഇപ്പം ഇവിടെ എന്തൊക്കെയായി സംഭവിച്ചെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നീ നിൻ്റെ സഹോദരി തിരക്കിയല്ലേ ഇത്രയും ഡ്രാമാസൊക്കെ ഇവിടെ നടത്തിയത്, എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, നിൻ്റെ സഹോദരി പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനതൊരിക്കലും ഇവിടെ വെച്ച് പറയില്ല. നിനക്കത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പറയുന്ന സമയത്ത് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതൊട്ടും ആഗ്രഹമില്ലെങ്കിലും സഹോദരിയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴിയാണെന്ന് കരുതിയിട്ട് അവൻ വരാൻ നോക്കി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പെങ്കൊച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ അവൾ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ഇതുവരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടില്ലേ, ഇനി ഇതുകൂടെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ഇത്രയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് എനിക്ക് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി അവൾ പറഞ്ഞ സമയത്ത് അവളുടെ വീട്ടിലേക്ക് അവൻ പോകുന്നുണ്ടായിരുന്നു. ഡോറിൽ പോയി തട്ടുമ്പോൾ അവൾ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. വന്നിട്ട് അവനോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവന് ദേഷ്യം വന്നിട്ട്, നീ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും എൻ്റെ അടുത്ത് നടക്കത്തില്ല, നീ എന്തിനാണോ എന്നെ വരാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്, അത് കാരണം നിനക്ക് ഞാനൊരു 15 മിനിറ്റ് സമയം തരും, നീ അവളെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് എന്നോട് പറയാനും പറയുന്നുണ്ടായിരുന്നു. അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ കുറച്ച് സമയം സോഫയിൽ വെയിറ്റ് ചെയ്തിട്ട് അവളെ കാണാത്ത കാരണം നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നീ റൂമിലേക്ക് വന്നാൽ ഞാനത് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ റൂം തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. പോകുമ്പോൾ നമ്മുടെ ഹീറോയുടെ സഹോദരിയുടെ കുറച്ച് ഫോട്ടോസ്, അതായത് ഇവൾ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊരു 2 കൊല്ലം മുന്നേ അബ്രോഡ് ആയിരുന്ന സമയത്ത് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഇവൾ. പക്ഷേ അന്ന് ആ ജോലിയൊക്കെ കളഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം ഇവളുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. അത് കാരണം തന്നെ ഇവളിപ്പോൾ എവിടെയാണെന്നും എനിക്കൊന്നും അറിയില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് പോയിട്ട് പിന്നെയും ഒരു വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു 6 കൊല്ലമൊക്കെ മുന്നേ ഇവർ തമ്മിൽ റിലേഷനിലായിരുന്നു കേട്ടോ. എന്തോ കാരണത്താലാണ് ബ്രേക്കപ്പ് ആയി പോയത്. ഇവളിവനോട് വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ നമ്മുടെ ഹീറോ അവളെ പിടിച്ച് കിടത്തിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നീ എന്തൊക്കെ പറഞ്ഞാലും എന്തിനൊക്കെ ശ്രമിച്ചിരുന്നാലും ആ ഒരു പഴയ സ്നേഹം ഒരിക്കലും എനിക്ക് നിന്നോട് തോന്നത്തില്ല. അത് കാരണം നീ ഇനി മേലിൽ ഈ രീതിയിൽ എന്നോട് പെരുമാറരുത്. അന്ന് ഞാൻ സ്നേഹിച്ചതെല്ലാം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, അത് കളഞ്ഞതും നീ തന്നെയാണ്. അത് കാരണം ഇനി നീ ഇങ്ങനത്തെ ഡ്രാമാസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സഹോദരിയുടെ ആ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. കുറേ ദിവസമായി ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തല്ലോ. മാത്രമല്ല അവളുടെ കിൻഡർ ഗാർഡൻ നാളെ എങ്ങാണ്ട് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എന്ന് കരുതിയിട്ട് അവൾ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളുടെ ഒരു ഫോട്ടോയുടെ ബാക്കിൽ അവളെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് അവൾ കാണുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം അത്ര അധികം അവൾ അവനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് അവൻ്റെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ആ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഇവളെന്തൊക്കെയോ നോട്ട്സ് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവനും ഇവളെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അതായത് 2 പേർക്കും പരസ്പരം ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ. ഇന്ന് വരെ അവരത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ 2 പേർക്കും പരസ്പരം കാണാമെന്നുള്ള ആഗ്രഹത്തിൽ ഓടി വരുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ കിൻഡർ ഗാർഡനിലേക്ക് തന്നെയായിരുന്നു വന്നിരുന്നത്. വന്ന പാടെ നമ്മുടെ ഹീറോയിനെ പോയിട്ട് മിസ് യു എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവളും അത് ആഗ്രഹിച്ചിരുന്നത് പോലെ തിരിച്ചവനെയും കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ നനഞ്ഞ് നിൽക്കുന്നത് കാരണം നമ്മുടെ ഹീറോ അവളെ നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ ബെഡിൽ കിടന്നിട്ട് 2 പേരും ഇങ്ങനെ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നീ, ഒരിക്കലും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തത്തില്ല.
എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ കൂടെ നിന്നവരെല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നീ ഒരിക്കലും അങ്ങനെയല്ല. നീ വളരെയധികം സത്യസന്ധതയുള്ളൊരു പെങ്കൊച്ചാണ്. അത് കാരണം ഞാൻ നിന്നെ ഒരിക്കലും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് തിരികെ വീട്ടിൽ പോകണമല്ലോ. അവൾ തിരികെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹീറോ അവളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പകുതി ദൂരം എത്തുമ്പോൾ ഞാനിനി പൊക്കോളാമെന്നും മുത്തശ്ശനോ മുത്തശ്ശിയെ കണ്ട ഇത് പ്രശ്നമാകും, അത് കാരണം നീ തിരികെ വീട്ടിൽ പോകാനായിട്ട് അവനെ നിർബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും അവൻ ഒരിക്കലും പോകാൻ കൂട്ടാക്കാതെ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് കടന്നു പോകുന്ന സമയത്ത് അവൻ പിന്നെയും അവളോട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. ആ സമയത്ത് അവൻ അവളോട് പറയുന്നുണ്ടായിരുന്നു, ഈ ഫ്രണ്ട് നടന്നോ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരത്തേയില്ല, ഞാൻ പുറകെ നടന്നു വന്നോളാന്ന് പറഞ്ഞിട്ട് എന്തായാലും അവളെ വീട് വരെ കൊണ്ടുവിട്ടിട്ട് അവൾക്കൊരു കിസ് ഇവിടെ കൊടുത്തിട്ടായിരുന്നു പോയിരുന്നത്. ഹീറോയിൻ അങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും അവൾ നേരെ വീട്ടിലേക്ക് പോയ ഉടനെ അവന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, നീ തിരികെ പോയോ, അത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനുള്ളിൽ അവൾ പോയോ എന്ന് ആലോചിച്ചിട്ട് നേരെ കാട്ടിൽ പോയിരുന്നിട്ട് അവൾ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നാണം വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോ അവൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് പോയോ, ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല, ഞാനിവിടെ അടുത്ത പാർക്കിൽ തന്നെയുണ്ട്, നീ തിരികെ വരാവോ, എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല, നിന്നെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കിപ്പോഴൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, നിനക്ക് ഒന്നുകൂടെ ജോയിൻ ചെയ്തുകൂടെ എൻ്റെ മാനേജറായിട്ട്, അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ ഇനി അതൊന്നും നടക്കാത്ത കാര്യം, അത് കാരണം അത് വിട്ടിട്ട് ഇപ്പോൾ എൻ്റെ പൊന്നും ചെന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, നീ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നേ പറ്റത്തുള്ളൂ, എനിക്ക് നിന്നെ ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിൻ രാവിലെ പെട്ടെന്ന് റെഡി അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവളുടെ മുത്തശ്ശൻ നീ ഇത് എവിടെ പോകുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ മുത്തശ്ശ കിൻഡർ ഗാർഡൻ ഓപ്പൺ ആകാൻ പോകല്ലേ, അപ്പോൾ അവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അങ്ങേരാണെങ്കിൽ ഇത്ര പെട്ടെന്ന് സ്കൂൾ ഓപ്പൺ ആകാൻ പോവാണോ, എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മോൾ സൂക്ഷിച്ച് പോയിട്ട് വാന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഡോറ് തുറക്കുമ്പോൾ അവൻ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു. അവൻ ഇനി ഇവിടെ എങ്ങാനും ഇല്ലേ എന്നുള്ള ഡൗട്ടിൽ അവൾ പതുക്കെ ഫ്രണ്ടിലേക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ പുറകിൽ കൂടെ വന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് ഇറുക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ലപോലെ വേദനിച്ചിട്ട് വീട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ കുറച്ചുകൂടെ ബലം പ്രയോഗിച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഇതുപോലെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നീ കൈവിടെ എനിക്ക് കഴുത്ത് നല്ല വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ഒട്ടും തന്നെ വിടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെച്ച് സഹി കേട്ടിട്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് ഒരു കടി കൊടുക്കുന്നുണ്ടായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൻ കൈവിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ കൊണ്ടുപോയിട്ട് നീ അതൊരു കാര്യം മനസ്സിലാക്കണം, നീ രാത്രിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും പേടിച്ചോടരുത്. കാരണം നിൻ്റെ ക്യാരക്ടർ എനിക്ക് അറിയാവുന്നത് കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞു തരുന്നത്. നിന്നെ ഞാൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് നിർത്തിയിട്ട് അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നൈസായിട്ട് അവൾ ഓരോ സമയത്ത് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കത് മനസ്സിലായെന്നോണം അവൾ തിരിച്ച് ഇടിയൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും തറയിൽ കിടന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് ആരോ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്, അതായത് കോളിംഗ് ബെല്ല്. നമ്മുടെ ഹീറോ ഡോറ് തുറന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി നോക്കുന്ന സമയത്തായിരുന്നു അത് ആ മോഡൽ പെൺകുട്ടിയായിരുന്നു. അവൾ ഇതിനിടയ്ക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ആലോചിച്ചിട്ട് അവനാകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ കുറേ സമയം കൊണ്ട് ഡോറ് തുറക്കാത്തത് കാരണം നമ്മുടെ ഹീറോയിൻ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇന്ന് ഡോറ് തുറക്കാതിരിക്കുന്നത്, ഇതാരാ വന്നത് നോക്കുമ്പോൾ ആ മോഡൽ പെൺകുട്ടിയാണെന്നുള്ളത് നമ്മുടെ ഹീറോയിനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ പെട്ടെന്ന് നീ അകത്തേക്ക് കയറി നിൽക്ക്, ഞാൻ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞ് നടന്നു പോകുന്നുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് ഞാനെന്തിനാ കയറി വിളിക്കുന്നത്, ഞാനിവിടെ ഉണ്ടെന്ന് അവൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ പോയി ഡോറ് തുറക്കുന്നുണ്ടായിരുന്നു. അവളിത് കാണുമ്പോൾ തന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, അത് ഇവൻ്റെ കൂടെ നിനക്ക് നാണമില്ല ഇവൻ്റെ പുറകെ നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, ഞാൻ അവളുടെ മാനേജറാണ്, അത് കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവൻ്റെ കൂടെ നിൽക്കാനും അവനോട് സംസാരിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, അത് ചോദ്യം ചെയ്യാൻ നിനക്കൊരു അധികാരമില്ല തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, ഇവനെ പോലെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലിന് നിന്നെപ്പോലത്തെ മന്ദബുദ്ധികളെ മാത്രമായിട്ട് മാനേജറായിട്ട് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഒരുപാട് കളിയാക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളും തിരിച്ച് അവളെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് നീ ആദ്യം പോയി ഒരു കണ്ണാടിയിൽ നല്ല രീതിയിൽ നോക്ക്, നിന്നെ കാണാനൊരു സൈക്കോ പോലെ ഉണ്ടെന്നും നിനക്കാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ച് നല്ലത് പറഞ്ഞു വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവൾക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ കൈയോങ്ങുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് വന്ന് തടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ മോഡൽ പെങ്കൊച്ചാണെങ്കിൽ നീ എന്തിനാ എന്നെ തടുക്കുന്നത്, അവളെന്നെ ഇൻസൾട്ട് ചെയ്തത് നീ കേട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നീയല്ലേ അവളെ പറഞ്ഞത്, അതുകൊണ്ടാണ് അവൾ തിരികെ പറഞ്ഞത്
പറഞ്ഞത്. അവൾ തിരികെ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ എല്ലാം കൊണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നേരെ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്, നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? എന്നെ ഒരു സമയത്ത് സ്നേഹിച്ച് ഉപേക്ഷിച്ചവനവൻ. അത് കാരണം കുറച്ച് കഴിയുമ്പോൾ അവന് നിന്നെയും എടുക്കും. അന്നേരം നിന്നെ നൈസായിട്ട് അവൻ തേച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ അവളുടെ വായിൽ കിടന്ന് ആ ചുരുങ്ങി അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് കാണുമ്പോൾ ഒരുമാതിരി അറപ്പ് തോന്നുന്നുണ്ടായിരുന്നു. ഇവളെന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ, അയ്യേ ഇവളെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ, ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, നീ അവിടേക്ക് വരണ്ട, ഇവളാണ് എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് ദേഷ്യം വന്നിട്ട്, ഞാൻ എന്തായാലും വരുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, നിങ്ങൾ തമ്മിൽ അഭിനയിച്ചു, ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇവളും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി നിന്നിട്ട് അവൾ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ഇവരെന്ത് ഹോട്ട് കപ്പിൾസ് ആണല്ലേ, എന്ത് നല്ല രീതിക്ക് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം കുറച്ചുകൂടെ ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ കുറേ കൂടെ ഇഴുകി ചേർന്ന് തന്നെയായിരുന്നു നമ്മുടെ ഹീറോയുടെ കൂടെ അഭിനയിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും ഹീറോയിൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് തലയ്ക്ക് വട്ട് പിടിക്കുന്നു മനസ്സിലായപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അടുത്ത ഒരു കുഴിയിലേക്ക് അവൾ പോയി ചാടിയിരുന്നത്. നേരെ കാണുന്ന അവളുടെ അമ്മയായിരുന്നു. അവളുടെ അമ്മ വന്നിട്ട്, അല്ല നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ, അല്ല അവന് കുറച്ച് നല്ല ഫുഡ് കൊണ്ടു കൊടുക്കാൻ വന്നതെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന്, ഫുഡോ, അതിന് നീ ഇപ്പം അവൻ്റെ മാനേജറൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനെങ്ങനെ അവൻ്റെ പുറകെയും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഇറങ്ങി നടക്കുന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ, ഞാൻ വെറുതെ വന്നതാണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവളുടെ അമ്മ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ടായിരുന്നു. അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ എൻ്റെ മകളുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട്, നീ ഇത് എന്തറിഞ്ഞിട്ട് അവളെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. എൻ്റെ അച്ഛൻ അതിനൊരിക്കലും സമ്മതിക്കത്തില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണിത്. അത് കാരണം അവരുടെ കൊച്ചുമകൾക്ക് വേണ്ടിയിട്ട് അവരിതിനെക്കാട്ടി നല്ലൊരു പയ്യനെ കണ്ടെത്തും. നീ വെറുതെ വിഷമിക്കാൻ നിൽക്കാതെ ഇവിടെ വെച്ചെല്ലാം നിർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാനായിട്ട് ഇവർ പോകുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്ത് പോയിട്ടും ഇതേ സെയിം കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. നിനക്കറിയാലോ എൻ്റെ കാര്യം എന്താണെന്നുള്ളത്, ഒരു റിലേഷനിലൊക്കെ ആവാനോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായമൊന്നും നിനക്ക് ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴും നീ നല്ലതാണെന്ന് വിചാരിക്കുന്നതൊക്കെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നീ വെറുക്കും. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ചെറിയ പ്രായത്തിലെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി നിന്നെ ഇങ്ങനെ വളർത്തണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കാരണം നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പാഷൻ തേടി ഞാൻ പോയി. അതെൻ്റെ ചെറിയ പ്രായത്തിൽ സംഭവിച്ചതാണ്. അത് കാരണം ഒരിക്കലും നിനക്കും ആ ഒരു ഗതി വരരുത്. മാത്രമല്ല അച്ഛൻ ഇതിനൊരിക്കലും സമ്മതിക്കത്തില്ല. അവൻ്റെ ആ ഒരു ക്യാരക്ടറും അവൻ്റെ ആ ഒരു ഫീൽഡും ഒന്നും അച്ഛന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. മാത്രമല്ല നീ എന്തറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കുന്നത്? അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവൻ മുന്നേ എവിടെയായിരുന്നു, അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ്റെ ക്യാരക്ടർ എന്താണ്, എന്തിനേലും കുറിച്ച് നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവോ? ഒന്നും അറിയത്തില്ലല്ലോ. അത് കാരണം നീ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നീ നിൻ്റെ കരിയർ നോക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ആ ധർമ്മസങ്കടത്തിലാകുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ അവനെ സ്നേഹിക്കണോ അതോ ഇനി മുത്തശ്ശൻ പറയുന്ന ആളെ കല്യാണം കഴിക്കണോ എന്ന് ആലോചിച്ചിട്ട് അവൾക്കൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.